സുഹൃത്തുക്കളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് നാരായണീയം ദശകം 61 എല്ലാ ശ്ലോകങ്ങളും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 61 വിപ്രപത്നി അനുഗ്രഹം. അതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് വംശസ്ഥം. ഇത് ഭഗവാന്റെ ഓരോ ലീലകളാണല്ലോ ഇങ്ങനെ വർണ്ണിച്ചു വരുന്നത്. അപ്പൊ ഇതിനകത്ത് ആ വിപ്രപത്നിമാർക്ക്, ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്ന ആ ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. എന്താണ്, ഈ വൃന്ദാവനത്തിനെക്കാളും കുറച്ചുകൂടെ അകലെയുള്ള ഒരു വനത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു കൃഷ്ണൻ. അപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയുവാണ്, നമുക്ക് ഇന്ന് കുറച്ച് ദൂരെയുള്ള ഒരു വനത്തിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി അങ്ങനെ ഈ പശുക്കളെയും ഒക്കെ കൊണ്ട് അങ്ങനെ പോവുകയാണ്. ഈ കൃഷ്ണന്റെ കഥ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ലല്ലേ. എത്ര കേൾക്കുന്നതോറും വീണ്ടും വീണ്ടും നമ്മൾ ആദ്യം കേൾക്കുന്ന പോലെ നമുക്ക് ആ ഒരു ഒരു ഉത്സാഹത്തോടു കൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഈ ഭഗവാന്റെ ലീലകളും അതെല്ലാം അതുപോലെയാണ്, അതുപോലെ നല്ല രസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഭഗവാൻ ഓരോരുത്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും മോക്ഷം കൊടുക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് ഭഗവാന്റെ ഓരോ ലീലകളും. അപ്പൊ ഇവിടെ ഈ വിപ്രപത്നിമാരുടെ മനസ്സ് ഭഗവാൻ കണ്ടു. അപ്പൊ അവരെ അനുഗ്രഹിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അപ്പൊ അതിനായിട്ടാണ് ഭഗവാൻ ഈ ഒരു ലീല അവിടെ നടത്തുന്നത്. അപ്പൊ ഈ കൂട്ടുകാരുടെ ഒപ്പം തന്നെ കൃഷ്ണനും ബലരാമനും എല്ലാവരും കൂടി അങ്ങനെ വനത്തിലേക്ക് അങ്ങനെ പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് പശുക്കളെ എല്ലാം മേയിച്ച് അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ച സമയം ആയപ്പോഴത്തേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശപ്പ് തോന്നി തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യും, കൃഷ്ണൻ പറയും, ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് കുറച്ച് ബ്രാഹ്മണര് ഒരു യാഗം നടത്തുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് പിന്നെ ഭക്ഷണം ചോദിക്കൂ, അവര് തരുമായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ വിശപ്പ് അകറ്റാം എന്ന് അവരോട് പറയും. അത് കേട്ടുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഈ ഗോപക്കുട്ടികള് കൃഷ്ണൻ പറഞ്ഞതല്ലേ, അപ്പോൾ അങ്ങനെ അവിടേക്ക് ചെല്ലും, ആ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ അപ്പോൾ ബ്രാഹ്മണരങ്ങനെ യാഗം നടത്തുവാണ്. വലിയ അഗ്നിയൊക്കെ കൂട്ടി എല്ലാം അങ്ങനെ വിഭവങ്ങളൊക്കെ അങ്ങനെ ഒരുക്കി എല്ലാം വലിയ. എന്തിനാ യാഗം നടത്തുന്നത്? ഭഗവാന്റെ പ്രീതി നേടുന്നതിന് വേണ്ടിയിട്ട് ആണ് യാഗം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ കുട്ടികൾ അവിടെ ചെന്ന്, ഞങ്ങൾക്ക് വിശക്കുന്നു, ഇങ്ങനെ കൃഷ്ണൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ആ കൃഷ്ണൻ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ വന്നത്, അപ്പൊ ഞങ്ങൾക്ക് വിശപ്പിനുള്ള ഭക്ഷണം ഞങ്ങൾക്ക് തരൂ എന്ന് ഈ കുട്ടികൾ അവിടെ ചെന്ന് യാചിച്ചു. ആണ് അതിനകത്ത് കുമാരകേശോദന അവര് അങ്ങനെ ഭക്ഷണം, ആ ഗോപകുട്ടികൾ അങ്ങനെ ഭക്ഷണം യാചിച്ചു. ഈ ബ്രാഹ്മണര് ആ കുട്ടികൾ അങ്ങനെ ചോദിക്കുന്നതോ ഒന്നും തന്നെ അവര് കേട്ട ഭാവം നടിച്ചില്ല. അവര് യാഗം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, യജ്ഞം നടത്തുവാണല്ലോ. അപ്പോ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യജ്ഞം നടത്തുന്നത്. അപ്പൊ ആ സമയത്ത് അവര് ഈ കുട്ടികൾ ചോദിക്കുന്നതോ യാതൊന്നും തന്നെ കേൾക്കുന്നതേ ഇല്ല. അവര് കേട്ട ഭാവമില്ല ഈ ബ്രാഹ്മണര്. പാവക്കുട്ടികൾ അവര് നേരെ വീണ്ടും കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണന്റെ അടുത്ത് ചെന്നു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ അവിടെ തന്നെ ചെന്നിട്ട് അവിടുത്തെ ഈ യജ്ഞത്തിനിരിക്കുന്ന ബ്രാഹ്മണരുടെ പത്നിമാരോട്, വിപ്രപത്നിമാരോട് നിങ്ങൾ ഒന്നുകൂടെ പോയി ചോദിക്കൂ എന്ന് കൃഷ്ണൻ ഈ കുട്ടികളെ പറഞ്ഞു വിടും. ഇത് കേട്ടുകൊണ്ട് അവർ വീണ്ടും പോകും. അവിടെ ചെന്ന് ആ വിപ്രപത്നിമാരെടുത്ത് ഇവര് ചെന്ന് പറയും, ഇങ്ങനെ അവിടെ വനത്തില് കൃഷ്ണൻ ഉണ്ട്, ആ കൃഷ്ണൻ അവിടെ ഇരുന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞു വിട്ടതാണ്, ഭക്ഷണത്തിനായിട്ട് പറഞ്ഞു വിട്ടതാണ്, ഞങ്ങൾക്കെല്ലാം വിശക്കുന്നു, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തരണം എന്ന് പറയും. ഈ വിപ്രപത്നിമാര് അവര് കേട്ടിട്ടുണ്ട് ഇങ്ങനെ അമ്പാടിയിൽ ഒരു കൃഷ്ണൻ ഉണ്ടെന്നും കൃഷ്ണന്റെ ചരിത്രങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ കാണണം എന്നുള്ള ഒരു മോഹം അവരുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോഴാണ് ദേ ഇവിടെ അവിടേക്ക് വന്നിരിക്കുന്നു കൃഷ്ണൻ എന്നുള്ളത് കേൾക്കുന്നത്. ഇവരെന്ത് ചെയ്തു, ഇവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു ഉത്സാഹം, അവർ ആ കൃഷ്ണനെ കാണണം എന്നുള്ള ആ ഒരു ഭക്തി ഒക്കെ കൊണ്ട് എളുപ്പം പാത്രങ്ങളിലൊക്കെ എല്ലാം എടുത്ത് പകർന്ന് 4 വിധം ഭോജ്യങ്ങളാണ്. പുളിപ്പ്, കവർപ്പ്, പിന്നെ മധുരം, അങ്ങനെയൊക്കെയുള്ള 4 തരം രസം.
ആ 4 തരം ഭക്ഷണങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇഞ്ചിക്കറി അങ്ങനെയൊക്കെ ഉള്ള ആകുമ്പോൾ അതിൽ തന്നെ എല്ലാ രസവും ഉണ്ട്. 4 രസമുണ്ട്, പുളിപ്പ്, കവർപ്പ്, എരിവ് എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ, പ്രത്യേകിച്ച് അവിടെ യാഗം നടക്കുവാണ്. അപ്പൊ എല്ലാ വിഭവങ്ങളും അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇവരെളുപ്പം എല്ലാം പാത്രത്തിലാക്കി ഈ കുട്ടികളുടെ കൂടെ എവിടെയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോവാണ്. പോയി ആ ദൂരെ നിന്ന് തന്നെ ആ കൃഷ്ണനെ അങ്ങനെ കാണുവാണ്. ആ മയിൽപ്പീലിയൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുന്ന ആ കണ്ണൻ. അവർ കേട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പോ അങ്ങനെ നേരിട്ട് അവർ കാണുന്നു. ആ കൃഷ്ണനെ അങ്ങനെ കാണുവാണ്. അങ്ങനെ കാണുമ്പോൾ ഇവരുടെ ആ ഒരു സന്തോഷവും ആ ഭഗവാനിലുള്ള ഭക്തിയൊക്കെ കൊണ്ട് ഭഗവാനും അങ്ങനെ അവരെ കാണുന്നു. അവരെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ അവരെ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. ആ വിപ്രപത്നിമാരെ അനുഗ്രഹിച്ചു വിടുവാണ്. എന്നിട്ട് ആ യാഗം അവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണരുടെ കൂടെ ആ പത്നിമാരും ഇരിക്കണം, എന്നാലേ ആ യാഗം പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ബ്രാഹ്മണർക്ക് ഇവരോട് കോപം ഉണ്ടാകരുതല്ലോ. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ അവരെ എല്ലാം അനുഗ്രഹിച്ച് കൃഷ്ണൻ അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അവർക്കാണെങ്കിൽ ഒത്തിരി അവർക്ക് വലിയ സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ചു പേര് വന്നല്ലോ. അതിൽ ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ആ ബ്രാഹ്മണൻ അവരെ വിട്ടില്ല. അപ്പോ ആ കൃഷ്ണനെ തന്നെ ചിന്തിച്ച് അങ്ങനെ വരാൻ സാധിക്കാത്തതില് അവരുടെ ജീവൻ അപ്പോൾ തന്നെ ആ കൈവല്യ മുക്തി നേടി. ആ കൃഷ്ണനെ തന്നെ ചിന്തിച്ച് അങ്ങനെ അവരുടെ ജീവൻ പോയി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവർക്ക് കൈവല്യ മുക്തി നേടി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കഥയാണ്, ആ ഒരു ഭഗവാന്റെ ലീലയാണ് ഈ ഒരു വിപ്രപത്നി അനുഗ്രഹം എന്ന് പറയുന്ന ഈ ഒരു ദശകത്തിലെ ഭട്ടതിരിപ്പാട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ എന്നിട്ട് പിന്നെ അവസാനം പറയുന്നതാണ് എന്താണ്? മരുത്പുരാധീശ രുദ്ധിമേ രോഗാൻ, എൻ്റെ രോഗത്തെയും. അങ്ങനെ ആ വിപ്രപത്നിമാരെയൊക്കെ അനുഗ്രഹിച്ച് അവരുടെ ആ ബ്രാഹ്മണരുടെ യാഗമൊക്കെ പൂർത്തിയാക്കിച്ച അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ രോഗത്തെയും കൂടി മാറ്റി തരണമേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ദശകം അവസാനിപ്പിക്കുന്നത്. ഈ വിപ്രപത്നിമാരിൽ കൂടെ ആ ബ്രാഹ്മണർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് ഈ ഇവരിൽ കൂടെയാണ്. ബ്രാഹ്മണരാണ് യാഗം നടത്തുന്നതെങ്കിലും ഭക്തി ഇവർക്കാണ്, ബ്രാഹ്മണ സ്ത്രീകൾക്കാണ്. അവരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. അവരിലൂടെ ആ ബ്രാഹ്മണർക്ക് അനുഗ്രഹം കിട്ടുവാണ്. അപ്പൊ ആ ഒരു ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ശ്ലോകം ചൊല്ലാൻ നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം. തതശ്ച വൃന്ദാവനതോതി ദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോകുലൈ ഹൃദന്തരേ, ആണ് അവിടെ, ഹൃദന്തരേ ഭക്തതര ദ്വിജാംഗന. അവിടെ ആ ദ്വിജാംഗന എന്ന് പറയുന്നത് ചില വാക്കുകൾ വരുമ്പോ അത് ഇങ്ങനെ ഭവത് വിലോക അതൊക്കെ വരുമ്പോഴത്തേക്ക് ദ്വിലോക എന്നങ്ങനെ കിടക്കും. അത് പ്രിന്റിങ്ങിൽ എങ്ങനെ വരുന്നത് മിസ്റ്റേക്കാണ്. പക്ഷെ ഇവിടെ ബ്രാഹ്മണ സ്ത്രീകൾ എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പൊ ദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ തതോ നിരീക്ഷ്യാശരണേ, അവിടെ ആശരണേ എന്നാണ്, നിരീക്ഷ്യാശരണേ വനാന്തരേ, അവിടെ നിരീക്ഷ്യാശരണേ എന്ന് ഒന്നിച്ച് വായിച്ചാൽ മതി. വനാന്തരേ കിശോരലോകം ക്ഷുദിതം ത്രിഷാകുലം, അവിടെ അതുപോലെയാണ് ത്രിഷാകുലം, ആകുലം എന്നാണ്. അപ്പൊ ത്രിഷാകുലം എന്നുള്ളത് ഒന്നിച്ച് തന്നെ പറയണം. അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീതി വിയാചനായ താൻ ഗതേഷ്യഥോ തേഷ്വഭിധായ തേഭിധാം കുമാരകേശോദന യാജിഷു പ്രഭു ശ്രുതിസ്ഥിര അപ്യഭിനിന്നുരശ്രുതിം ന കിഞ്ചിതൂജുശ്ച മഹീസുരോത്തമ അനാദരാത് ഖിന്നധിയോ ഹി ബാലക സമായയുർയുക്തമിതി ഹി യജ്വസു ചിരാദഭക്ത ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വൈതൈ സമർപ്യതേ നിവേദയധ്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുല ഇമ ഇതി സ്മിതാർദ്രം ഭവതേരിതാ ഗത തേ ദാരകാധാരജനം യയാചിരേ ഗൃഹീത നാമ്നി ത്വയി സംഭ്രമാകുല ചതുർവിധം
ഭോജ്യരസം പ്രഗൃഹ്യ ത ചിരം ധൃതത്വത് പ്രവിലോകനാഗ്രഹ സ്വകൈർനിരുദ്ധ അപി തൂർണമായയു വിലോലപിഞ്ചം. മയിൽപീലികളൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുന്ന കാണാൻ. വിലോലപിഞ്ചം എന്ന് പറഞ്ഞാൽ മയിൽപീലികൾ. വിലോലപിഞ്ചം ചുകുരേ കപോലയോ സമുല്ലസത് കുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദംസസീമനി സ്ഥിതം ഭവന്തം സമലോകയന്ത തഥാച കാചിത് ത്വത് ഉപാഗമോദ്യത ഗൃഹീത ഹസ്ത ദൈതേന യജ്വന തദൈവ സംചിന്യ ഭവന്തമഞ്ജസ വിവേശ കൈവല്യമഹോ കൃതിന്യസൗ ആദായ ഭോജ്യാന്യനുഗൃഹ്യ താ പുനഃ ത്വദംഗസംഗ സ്പൃഹയോച്ഛതീർ ഗൃഹം. അവിടെ ഛാന്നുള്ളത് അതാണ്. സ്പൃഹയോച്ഛതീർ ഗൃഹം വിലോക്യ യജ്ഞായ വിസർജയൻ ഇമ ചകർത്ഥ ഭർത്തൃർ അപി താസ്വഗർഹണാൻ. താസു അഗർഹണാൻ എന്നാണ് പിരിക്കുമ്പോൾ വരുന്നത്. താസ്വഗർഹണാൻ. നിരൂപ്യ ദോഷം നിജമംഗനാജന വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധ തത്വസ്ത്വം അഭിഷ്ടുതോ ദ്വിജൈർ മരുത്പുരാധീശ രുന്ധിമേ ഗദാൻ. തതശ്ച വൃന്ദാവനതോദിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ തതോ നിരീക്ഷ്യാശരണേ വനാന്തരേ കിശോരലോകം ക്ഷുദിതം ത്രിഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോദീതി വിയാചനായ താൻ ഗതേഷ്യധോ തേഷുഭിധായ തേ പിതാം കുമാരകേശോദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിര അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാ അനാദരാത് ഖിന്ന ധിയോ ഹി ബാലക സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദഭക്ത ഖലു തേ മഹീസുര കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. അവിടെ അനാദരാത് ഖിന്ന ധിയോ ഹി ബാലക സമായയോർയുക്തമിതി ഹി യജ്വസു ചിരാദഭക്ത ഖലു തേ മഹീസുര കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. നിവേദയധ്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാം ഇതി സ്മിതാർദ്രം ഭവതേരിതാഗത തേ ദാരകാദാരജനം യയാചിരേ ഗൃഹീത നാംനി ത്വയി സംഭ്രമാകുല ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാം ചിരം ധൃതത്വത് പ്രവിലോകനാഗ്രഹ സ്വകൈർനിരുദ്ധ അപി തൂർണമായയു വിലോലപിഞ്ചം ചികുരേ കപോലയോ സമുല്ലസത്കുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തത തഥാ ച കാചിത് സ്ത്വദുപാഗമോദ്യത ഗൃഹീത ഹസ്താദൈതേന യജ്വന തദൈവ സംചിന്യ ഭവന്തമഞ്ജസ വിവേശ കൈവല്യമഹോ കൃതിന്യസൗ ആദായ ഭോജ്യാനനുഗൃഹ്യത പുനഃ ത്വദംഗസംഗസ്പൃഹയോച്ഛതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയൻ ഇമ ചകർത്ഥ ഭർത്തॄനപി താസ്വഗർഹണാൻ നിരൂപ്യ ദോഷം നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധ തത്വൈ സ്ത്വമഭിഷ്ടുതോ ദ്വിജൈർ
മരുത്പുരാധീശ നിരുന്ധി മേഘദാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ദശകം 61 ശ്ലോകം നന്നായി മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം. എല്ലാവർക്കും നമസ്തേ.